പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. ഈശോ, ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്ന മക്കൾ, അവരിന്ന് യാത്ര ചെയ്യുന്ന ഓരോ വീഥികളും കർത്താവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. നിങ്ങളിന്ന് സംസാരിക്കുന്ന വ്യക്തികൾ നിങ്ങൾക്ക് അനുകൂലമായി കർത്താവ് ക്രമീകരിക്കപ്പെടട്ടെ. നിങ്ങളിന്ന് എഴുതുന്ന പേപ്പർ കർത്താവ് ആശീർവദിക്കുന്നു. നിങ്ങളിന്ന് ഒപ്പിടുന്ന ഒപ്പുകൾ നിങ്ങൾക്കൊരിക്കലും തിരിച്ച് നിങ്ങളെ ഉപദ്രവിക്കാതിരിക്കാനും ഭാവി നിങ്ങൾക്ക് അനുകൂലമായത് മാറാൻ കർത്താവ് അതിൻ്റെ ഉള്ളിലുള്ള തിന്മകളെ കർത്താവ് നിർവീര്യമാക്കട്ടെ. എൻ്റെ ദൈവപൈതലെ, നീയും നിൻ്റെ കുടുംബവും കുഞ്ഞുങ്ങളും പോറ്റുന്നതിന് വേണ്ടി നിൻ്റെ എല്ലാ കഷ്ടപ്പാടുകളും, ജീവസന്ധാന മാർഗത്തിന് വേണ്ടിയുള്ള നിൻ്റെ അധ്വാനങ്ങൾ, നിൻ്റെ ഓഫീസ് വർക്കുകൾ, നിൻ്റെ തൊഴിലിടങ്ങൾ, നിൻ്റെ ജോലിക്കാര്യങ്ങൾ, അവിടെ നിനക്ക് ശത്രുക്കളായി നിൽക്കുന്ന വ്യക്തികളുടെ ശക്തികൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിർവീര്യമാകട്ടെ. എൻ്റെ കുഞ്ഞുങ്ങളുടെ വിവാഹങ്ങൾ, അവരെ കെട്ടിച്ചയച്ചിരിക്കുന്ന പാട്ടിലെ സ്ഥലത്തുണ്ടാകുന്ന വിഷമതകൾ, അവരും നീയും തമ്മിലും നിങ്ങളും തമ്മിൽ സംസാരിക്കുന്ന ഓരോ സംസാരങ്ങളും
ഇടറിപ്പോകുന്ന സംസാരങ്ങളിൽ കർത്താവിൻ്റെ ശക്തി പ്രവർത്തിക്കുകയും അത് സമാധാനത്തെ കലാശിക്കുകയും ചെയ്യട്ടെ. മക്കളില്ലാത്തവരെ, ഗർഭിണികൾ പോലും ഗർഭശിശുവിന് കുഴപ്പങ്ങളുണ്ടെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ പേടിച്ചും നിലവിളിച്ചും കഴിയുന്നവരെ അവർ വയറെ പിടിച്ച് ഈ സമയം പ്രാർത്ഥിക്കട്ടെ, വരെ തൊട്ട് പ്രാർത്ഥിക്കട്ടെ. കർത്താവ് നിന്നെ അനുഗ്രഹിക്കുന്നു, നിൻ്റെ ഗർഭത്തെ ശിശുവിനെ കർത്താവ് അനുഗ്രഹിക്കുന്നു. ക്യാൻസർ രോഗികളും മറ്റ് പലതരത്തിലുള്ള രോഗികൾ ഉള്ളംകാല് വരെ നിൻ്റെ ഓരോ അവയവങ്ങളെയും കർത്താവ് സ്പർശിക്കേണ്ട ദൈവപൈതലേ. കർത്താവ് നിനക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവൻ, നിനക്ക് വേണ്ടി തിരലാൽ മുറിവേറ്റവൻ, നിനക്ക് വേണ്ടി മുറുക്കിടം ചൂടിയവൻ, അവൻ്റെ വിശുദ്ധമായ രക്തം നിന്നിലേക്ക് ആവഹിക്കുകയും അടിപ്പിണർ പോലെ വൈദാക്കാലം പോലെ ദൈവികമായ ശക്തി നിൻ്റെ കുടുംബത്തെ സംരക്ഷിക്കട്ടെ, നിൻ്റെ ശരീരത്തെ സൗഖ്യപ്പെടുത്തട്ടെ. ഐ കമാൻഡ് യു ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് ബി ഹീൽഡ്. ദൈവത്തിലെ നീ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ഇന്നൊക്കെ ഇനി എന്തെല്ലാം സംഭവിക്കും ദൈവത്തിന് ഒത്തിരി പിടിയുമില്ല. നീ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ, വീട്ടിലോട്ട് കയറി വരുമ്പോൾ പുറത്ത് സമാധാനമാണ്, അകത്ത് യുദ്ധമാണെന്ന് വിചാരിച്ചുകൊണ്ട് എങ്ങനെ ജീവിക്കും? ആരെ സഹായിക്കാനില്ലല്ലോ, ആരെ സഹായിക്കേണ്ടവർ പോലും അവർക്ക് ഒത്തുവഴികളെപ്പോലെ എനിക്കെതിരെ നിൽക്കുന്നല്ലോ എൻ്റെ ദൈവമേ എന്ന് വിചാരിച്ചുകൊണ്ട് മനസ്സ് പതറുന്ന നിന്നെ ഇപ്പോൾ കർത്താവിൻ്റെ നാമത്തെ ആസ്വദിക്കുന്നു. കർത്താവ് നിന്നെ ശ്രദ്ധിക്കട്ടെ, കർത്താവ് നിന്നെ സഹായിക്കട്ടെ. നിൻ്റെ തിന്മ വിചാരിക്കുകയും നിൻ്റെ നഷ്ടം ആഗ്രഹിക്കുകയും ചെയ്യുന്നവരെ കർത്താവ് ബന്ധിക്കട്ടെ. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, pour out his spirit. എൻ്റെ കർത്താവെ, ഞാൻ ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്നു. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതയാൽ നീ എന്തെല്ലാം കാലത്ത് എന്നോട് കാണിച്ച കാരുണ്യവും നീ എൻ്റെ പേര് കേൾക്കുമ്പോൾ എന്തെല്ലാം നിനക്ക് സന്തോഷം തോന്നിയിട്ടുണ്ടോ ആ സന്തോഷ നിമിഷങ്ങളെ പ്രതി നിൻ്റെ അവകാശമോഹരമായ ജനങ്ങളെ നിൻ്റെ നാമത്തെ ആസ്വദിക്കുന്നു. നിൻ്റെ നാമം സന്ധിക്കപ്പെടട്ടെ. അവർ സന്ധിക്കപ്പെട്ടുകൊണ്ട് നിന്നെ മഹത്വപ്പെടുന്ന കാലത്തിനെ കാത്തിരിക്കുന്ന കർത്താവെ, Lord Jesus Christ, pour out his spirit to the fire fingers, soak with the precious blood. God infuse his spirit of power and grace. 2 സാമുവേൽ 17:23. തൻ്റെ ഉപദേശം സ്വീകരിച്ചില്ലെന്ന് കണ്ടപ്പോൾ അഹിതോഫേൽ കഴുതയ്ക്ക് ജീനിയിട്ട് തൻ്റെ പട്ടണത്തിലേക്ക് പോയി. വീട്ടുകാര്യങ്ങളെല്ലാം ക്രമപ്പെടുത്തിയതിനു ശേഷം അവൻ തൂങ്ങി മരിച്ചു. രാവിലെ വെളുപ്പിന് എഴുന്നേറ്റിട്ട് ഒരു സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. എന്തെന്ന് പറയാൻ കാരണം, ഇത് ഞാൻ ഈ പറഞ്ഞത് കേൾക്കണമെങ്കിൽ ഇന്നലത്തതുകൂടെ ഒന്ന് കേൾക്കണം കേട്ടോ. ഇന്നലെ എന്താ പറഞ്ഞത്? ഇന്നലത്തൊന്ന് വായിച്ചേ. അതായത് 2 സാമുവേൽ 15:31 വായിച്ചേ. അഹിതോഫേലും അബ്സലോമിന്റെ ഗൂഢാലോചനയിൽ ചേർന്നെന്ന് അറിഞ്ഞപ്പോൾ ദാവീദ് പ്രാർത്ഥിച്ചു, കർത്താവേ, അഹിതോഫേലിന്റെ ആലോചന വ്യർത്ഥമാക്കണമേ. അത് തൂങ്ങി മരിക്കണമെന്ന്, അവന്റെ കുടുംബം മുടിഞ്ഞു പോകണമെന്ന് ഒന്നും പ്രാർത്ഥിച്ചില്ല. പക്ഷെ കർത്താവിന്റെ ദാസനെ അങ്ങനെ ആർക്കും എഴുതി തള്ളാൻ പറ്റത്തില്ല. ശക്തനും ധീരനുമായിരിക്കുക. എന്താണ് യോശുവയ്ക്ക് കൊടുക്കുന്ന ഉപദേശം? എന്താണ്? ശക്തനും ധീരനുമായിരിക്കും. യോശുവ 1:9. ശക്തനും ധീരനുമായിരിക്കണമെന്നും ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലേ? നിന്റെ ദൈവമായ കർത്താവ്, ദൈവത്തിന്റെ കാര്യമാട്ടോ, നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. എൻ്റെ മക്കൾ, ഈ ആത്മീയ ജീവിതം ഉണ്ടല്ലോ, ഒരു വല്ലാത്ത ജീവിതമാണ്. നമ്മളെ പല ആൾക്കാരും മതജീവിതം എന്നാണ് പറയുന്നത്. മതജീവിതമാണ് അനുഷ്ഠിക്കുന്നത്, ആത്മീയ ജീവിതമല്ല. നിങ്ങൾക്ക് മനസ്സിലാക്കിക്കൊള്ളും പിന്നീട്. പല ആൾക്കാരും ആത്മീയ ജീവിതം എന്ന് പറയുന്നത് മതജീവിതവും ജാതി ജീവിതവുമാണ്. കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ മതജീവിതവും ജാതി ജീവിതവും ജീവിക്കുന്നവരുള്ളവർ. They are not actually leading the spiritual life, especially biblical spirituality. ബിബ്ലിക്കൽ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നിലപാടും നയവുമാണ്. അതാണ് ജോഷുവോട് പറയണത്, ശക്തനും ധീരനുമായിരിക്കണം. നീ കൂടുന്നിടത്ത് ഞാൻ കൂടെ ഉണ്ടാകും. പിന്നെ നിനക്കെന്താ പ്രശ്നം? അബ്സലോമിൻ്റെ കൂടെയാണ് അഹിതോഫേൽ ചേർന്നത്. ദാവീദിനെ പാരയും സൂചിയും വെക്കാൻ ചേർന്നതാണ്. അപ്പോൾ ദാവീദ് എന്ത് ചെയ്യും? കർത്താവ്, എനിക്കാരുമില്ല, എന്നെ സഹായിക്കണേ ഒന്നും പറഞ്ഞില്ല. ദാവീദ് പ്രാർത്ഥിച്ചു. എന്താ കാര്യം? ദാവീദ് പ്രാർത്ഥിക്കുമ്പോൾ, സങ്കടം കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ദാവീദ് പ്രാർത്ഥിക്കണം എന്താണ്? ആരെല്ലാം ഇങ്ങനെയൊക്കെ തള്ളി പറഞ്ഞാലും, കർത്താവ് ഗൂഢാലോചന നടത്തിയാലും എന്താണ്? അങ്ങയുടെ തിരുസന്നിധിയിൽ എന്നെ തള്ളിക്കളയരുത്, അങ്ങയുടെ പരിപാലനം എന്നെ എടുത്തു കളയരുത്. അതൊക്കെയാണ് ദാവീദിൻ്റെ പ്രാർത്ഥന. സങ്കീർത്തനം 51:11. അങ്ങയുടെ സന്നിധിയിൽ നിന്ന്
അങ്ങ് ശപിക്കപ്പെട്ടതുപോലെയാണ്. നിൻ്റെ കുടുംബത്തിൽ നിന്ന് ഇനി വാള് നീങ്ങിപ്പോകത്തില്ല എന്നൊക്കെ അപ്പം ശപിച്ചതാ. വാള് നീങ്ങിപ്പോകത്തില്ല എന്നൊക്കെ അപ്പം ശപിക്കാം, വാള് നീങ്ങത്തുമില്ല. പക്ഷേ വേറെ ഒരുത്തൻ വന്ന് അതിൻ്റെ കൈ ചൂണ്ടിയാൽ, അഹിതോഫേൽ ചെറിയൊരു ടേസ്റ്റ് നോക്കിയതാ, ഇവൻ ശപിക്കപ്പെട്ടവനാണ്, നാഥാൻ ഇവനെക്കുറിച്ച് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കണത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അബ്ശലോമിൻ്റെ കൂടെ കൂടിയതാണ്. പക്ഷെ എന്നാ പറ്റി? സ്വയം എരിഞ്ഞടങ്ങിപ്പോയി. അതുകൊണ്ടാണ് പറയണത് ഐ വിൽ കം വിത്ത് യു വേറെവർ യു ഗോ. അപ്പം അതുകൊണ്ട് ഒരു ആധ്യാത്മികത എന്ന് പറയുന്നത് ഒരു നിലപാടും ഒരു നയവും ഒരു സമീപനവുമാണ്. സ്പിരിച്വൽ ലൈഫ് എന്ന് പറഞ്ഞാൽ സുവിശേഷ വിഹിതമായ വചനാനുസൃതമായ ഒരു നിലപാട്, വചനാധിഷ്ഠിതമായ ഒരു സമീപനം, നയം. നിങ്ങളെ ഈ നാഷണൽ ഹൈവേ ആത്മീയമായ ദേശീയപാതയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ എന്നാണ് ദാവീദ് പ്രാർത്ഥിക്കുന്നത്. വചനാധിഷ്ഠിതമായ നയം എന്താണ്? ആ സമയത്ത് പ്രാർത്ഥിച്ചു, അത്രയേ ഉള്ളൂ. ദാവീദിൻ്റെ എപ്പോഴും അങ്ങനെ, അവന് ചങ്ക് പൊടിഞ്ഞു കഴിഞ്ഞാൽ ആളുടനെ പ്രെയർ ചെയ്യും, ചിലപ്പോൾ മണിക്കൂറോളം ചെയ്യും. കൊച്ച് മരിച്ച ബേർഷീബാക്ക് കേസ്, ആ കൊച്ച് ജീവിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ കയറിയ ദാവീദ് 3 ദിവസം ചാരം പൂച്ച കടലടി കിടന്നു. പ്രേയറിന് എന്നാ പവറിലാണ് ഈ മനുഷ്യൻ അത് ആണ് പ്രാധാന്യം കൊടുക്കുന്നത്. അതുകൊണ്ട് നിങ്ങളെ 2 കാര്യങ്ങളാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഈശോയോട് എപ്പോഴും പറയുന്നത് ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയും രക്ഷിക്കണേ എന്ന് പറയുമ്പോൾ തന്നെയാണ് ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന് ചോദിക്കുമ്പോൾ പഠിപ്പിക്കേണ്ടതായിട്ടുള്ള വിഷയം പ്രാർത്ഥനയാണെന്ന് മനസ്സിലാകത്തില്ലേ? ആ പ്രാർത്ഥനയുടെ പ്രധാനപ്പെട്ടത് എന്താണ്? പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുത്, തിന്മയും രക്ഷിക്കണമേ. അറിഞ്ഞ് പ്രാർത്ഥിച്ചാൽ അതാണ് ആസ്തി ഭദ്രത. പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ ദൈവമാതാവിൻ്റെ കരം പിടിച്ച് ദൈവപിതാവിനെ മുഖാഭിമുഖം കാണുവാൻ ഈ ഭൂമിയിലായിരുന്നു കൊണ്ട് മരിയൻ ഉടമ്പടിയെടുത്ത് കൂടുതൽ വിശ്വസ്തയോടെ തീക്ഷ്ണതയോടെ ഉടമ്പടി നിബന്ധനകൾ പാലിച്ച് സാക്ഷ്യം പറയാൻ ഉതകുന്ന ലിവിങ് ഓറക്കിൾസ് ജീവവചസ്സുകൾ എന്ന വലിയ ശുശ്രൂഷയുടെ 11ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യും. ഇന്ന് നമ്മൾ സാക്ഷ്യ വചന വിശകലനത്തിനായി എടുത്തിരിക്കുന്നത് അടൂരിൽ നിന്നുള്ള മനീഷിൻ്റെ കുടുംബത്തിൻ്റെ വലിയൊരു സാക്ഷ്യമാണ്. ഈ സാക്ഷ്യത്തിന് 2 ഭാഗങ്ങളുണ്ട്. മനീഷും ജീവിത പങ്കാളിയും തങ്ങളുടെ ഉടമ്പടി ജീവിത അനുഭവങ്ങൾ ഈ സാക്ഷ്യത്തിൽ പങ്കുവയ്ക്കുന്നുണ്ട്. പക്ഷെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇവരുടെ ഇരട്ട കുഞ്ഞുങ്ങൾക്ക് ലഭിച്ച വലിയ വലിയ ദൈവാനുഭവങ്ങളെ പറ്റിയാണ്. ജോയൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 2-ാം അധ്യായം 28-ാം തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്: അന്നാളുകളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ എല്ലാവരുടെയും മേൽ അയക്കും. നിങ്ങളുടെ യുവാക്കൾക്ക് ദർശനങ്ങളുണ്ടാകും, നിങ്ങളുടെ പുത്രന്മാർ പ്രവചിക്കും, നിങ്ങളുടെ വൃദ്ധന്മാർക്ക് സ്വപ്നങ്ങളുണ്ടാകുമെന്ന്. ഈ ഒരു സാക്ഷ്യത്തിൽ ഇരട്ട കുഞ്ഞുങ്ങൾക്ക് ലഭിച്ച വലിയ വലിയ ദൈവാനുഭവങ്ങളാണ് വചന അടിസ്ഥാനത്തിൽ നമ്മൾ കാണാൻ പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജോയൽ 2:28 തിരുവചനത്തിൻ്റെ ഒരു സാക്ഷാത്കാരമാണ് ഈ കുഞ്ഞുങ്ങൾക്ക് ലഭിച്ച വലിയ വലിയ ദൈവാനുഭവങ്ങൾ. ഈ 2 പേരും 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന മക്കളാണ്. റിസൾട്ട് വെയിറ്റ് ചെയ്യുന്ന കുഞ്ഞുങ്ങളാണ്. മാതാപിതാക്കൾ മരിയൻ ഉടമ്പടിയെടുത്ത് നിബന്ധനകളെ വിശ്വസ്താപൂർവം പാലിച്ച് മുന്നേറുന്നവരാണ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പേര് മനേഷ്, ഇതെൻ്റെ ഭാര്യയും മക്കളുമാണ്. ഈ മരിയൻ ഉടമ്പടിയുടെ ഭാഗമായി ഇവരും തങ്ങളുടേതായ പ്രാർത്ഥനകളിലൂടെയും ത്യാഗപ്രവർത്തനങ്ങളിലൂടെയും എല്ലാം ഈ മരിയൻ ഉടമ്പടി പ്രാർത്ഥനയിൽ പങ്കുചേരുന്നുണ്ട്. റിസൾട്ട് അടുക്കാറായപ്പോൾ ഈ 2 കുഞ്ഞുങ്ങൾക്കും പ്രത്യേകമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജോയൽ 2:28 തിരുവചനം അനുസരിച്ച് നിങ്ങളുടെ പുത്രന്മാർ പ്രവചിക്കും, യുവാക്കൾക്ക് ദർശനങ്ങളുണ്ടാവും, അന്നാളുകളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ എല്ലാവരുടെയും മേൽ അയക്കും എന്ന വലിയൊരു തിരുവചനത്തിൻ്റെ സാക്ഷാത്കാരം ഈ മക്കളുടെ ജീവിതത്തിൽ സംഭവിക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ കുഞ്ഞ് സാക്ഷ്യത്തിൽ പങ്കുവയ്ക്കുന്ന പ്രകാരമാണ്:
ഞങ്ങൾ ഒരു ദിവസം സന്ധ്യാപ്രാർത്ഥനയ്ക്ക് മുമ്പ് ഞങ്ങൾ വീട്ടിലൊറ്റയ്ക്കായിരുന്നു ഞങ്ങൾ രണ്ടുപേരും. ആ സമയത്ത് പപ്പയും അമ്മയും ക്ലിനിക്കിലായിരുന്നു. അപ്പം ഞാൻ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് തിരി കത്തിക്കുന്നതിന് മുമ്പ് അമ്മയോടൊന്ന് ചോദിച്ചു, ഉടമ്പടി എടുക്കുന്ന എല്ലാവർക്കും അമ്മ സുഗന്ധാഭിഷേകവും അങ്ങനെ പല അടയാളങ്ങൾ കാണിച്ചു കൊടുക്കാറുണ്ടല്ലോ, അപ്പം ഞങ്ങളുടെ കുടുംബത്തിൽ അങ്ങനെ കാണിച്ചു തരണമെന്ന് ഞാൻ അമ്മയോടൊന്ന് ചോദിച്ചതേ ഉള്ളൂ. ഈ മകൾ തുടർന്ന് സാക്ഷ്യത്തിൽ പറയുന്ന ഇപ്രകാരമാണ്: ഞാൻ അങ്ങനെ പറഞ്ഞു തീർന്നപ്പോൾ 5 മിനിറ്റ് ആയില്ല, ഞാൻ അങ്ങോട്ട് തിരിഞ്ഞ റൂമിലേക്ക് ചെന്നു. 5 മിനിറ്റ് ആയില്ല, ആ മുറി മൊത്തം സുഗന്ധാഭിഷേകമായിരുന്നു, ഒരു മുല്ലപ്പൂ മണമായിരുന്നു. ഈ സുഗന്ധത്തിൻ്റെ സോഴ്സ് എവിടെ നിന്നാണ് വരുന്നതെന്ന് ഈ മകൾ ഇങ്ങനെ അന്വേഷിച്ച് വന്നപ്പോൾ ലിവിങ് റൂമിലുള്ള ദൈവമാതാവിൻ്റെ രൂപത്തിൽ, പ്രതിഷ്ഠാരൂപത്തിലാണ് ഈ മകൾ ചെന്ന് നിൽക്കുന്നത്. അവിടെ നിന്നാണ് പരിശുദ്ധ ദൈവമാതാവ് ഈ ഉടമ്പടി എടുത്ത കുടുംബത്തിന് സാന്നിധ്യം നൽകി, സാമീപ്യം നൽകി, അമ്മ നിങ്ങളോട് കൂടെയുണ്ട് മക്കളെ എന്നുള്ള ആ ഒരു ഉറപ്പ് നൽകുന്നത്. ഞാനും എൻ്റെ സഹോദരി വിളിച്ചുകൊണ്ട് അമ്മയുടെ അടുത്ത്, ഞങ്ങളുടെ ലിവിങ് റൂമിൽ അമ്മയുടെ ഒരു രൂപമുണ്ട്, അപ്പോൾ അവിടേക്ക് കൊണ്ടുവന്നു. അമ്മയുടെ രൂപത്തിൽ തന്നെ ആ മുല്ലപ്പൂ മണ മുറി മൊത്തം പരന്നു. പിന്നെ ഈ മകൾ പറയുന്നുണ്ട് ആ സമയം, പിന്നെ ജനാലകളിൽ നിന്ന് തണുത്തൊരു കാറ്റ് ആ സമയത്ത് ഞങ്ങളുടെ അടുത്തേക്ക് വീശുന്നുണ്ടായിരുന്നു. അതാണ് ഒരടയാളം. അതായത് മാതാവ് അവിടെ വന്നു, നിങ്ങളെ കണ്ടു, സാന്നിധ്യം അറിയിച്ചു എന്ന് തെളിയിക്കാൻ. ഇതാണ് ഇരട്ടക്കുഞ്ഞുങ്ങളിൽ ഒന്നാമത്തെ മകൾ പറയുന്ന ഒരു ദൈവാനുഭവം. രണ്ടാമതായിട്ട് ആ മകൾ തന്നെ പറയുന്നുണ്ട്, എനിക്ക് ഈ SSLC എക്സാമിന് ലഭിക്കാൻ പോകുന്ന മാർക്ക്, അതായത് 10 A+ ആണെന്നുള്ളത്, ഒരു ടീച്ചർ എൻ്റെ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് 10 A+ ആണെന്ന് എഴുതുന്നത് ഞാൻ കണ്ടു എന്നാണ് ഈ മകൾ സാക്ഷ്യത്തിൽ പറയുന്നത്. അന്ന് രാത്രി എനിക്കൊരു സ്വപ്നം കിട്ടിയത് എന്താണെന്ന് വെച്ചാൽ, എന്നെ അമ്മ കാണിച്ചു തന്നത് എൻ്റെ മാർക്ക് ഷീറ്റ് എനിക്ക് 10 A+ എന്ന് എൻ്റെ ഏതോ ഒരു ടീച്ചർ എൻ്റെ മാർക്ക് ഷീറ്റിൽ അടയാളപ്പെടുത്തുക. റിസൾട്ട് വരുമ്പോൾ ഈ മകൾ പറയുന്നുണ്ട്, എനിക്ക് ലഭിച്ചത് 10 A+ തന്നെയാണ്. ഞാൻ സാക്ഷ്യ വചന വിശകലനത്തിനായി എടുക്കുന്നത് രണ്ടാമത്തെ മകളുടെ സാക്ഷ്യമാണ്. ഈ ആദ്യം പറഞ്ഞ മകളുടെ ഇതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായൊരു സാക്ഷ്യ അനുഭവമാണ് ഈ റൊവേന എന്ന് പറയുന്ന രണ്ടാമത്തെ മകൾ പറയുന്നത്. ആ മകൾ പറയുന്നത്, സാക്ഷ്യം ആരംഭിക്കുന്നത് ഇപ്രകാരമാണ്: എൻ്റെ പേര് റൊവേന. ഞാൻ കുറച്ച് അടയാളങ്ങൾ, കുറച്ച് ദർശനങ്ങൾ കണ്ടായിരുന്നു. അത് ഞാൻ ഇപ്പോൾ പറയുവാണ്. ആദ്യത്തെ ദർശനമായിട്ട് ഞാനൊരു പള്ളിയിൽ വെച്ച് പ്രാർത്ഥനയുടെ ഇടയിൽ ഒരു തടിക്കുരിശ് കണ്ടു. അതിനുശേഷം പിന്നെ സ്വപ്നമായിട്ട് 8 എന്ന് ഞാൻ കണ്ടു. അതെന്താണെന്നൊന്നും മനസ്സിലായില്ലായിരുന്നു. വീണ്ടും ആ മകൾ പറയുന്നുണ്ട്, ഞാനൊരു വെള്ള തുണി വിരിച്ച ഒരു പീഠ ഞാൻ കാണുന്നുണ്ട്, അവിടെ റോസാപ്പൂക്കൾ കാണുന്നുണ്ട്, പരിശുദ്ധ ദൈവമാതാവ് ഇങ്ങനെ തിരിഞ്ഞു നിൽക്കുന്നതായി ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ അതെന്താണെന്ന് മനസ്സിലാവാത്തതുകൊണ്ട് ഞാൻ പേരൻസ് വന്നപ്പോൾ പറഞ്ഞു. അതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ കൃപാസനത്തിൽ വന്നു, ഇവിടെ വന്നു. വീണ്ടും ഈ മകൾ പറയുന്നുണ്ട്, ഇതേ അനുഭവം തന്നെ, അതായത് ഈ വെള്ള തുണി വിരിച്ച പീഠവും റോസാപ്പൂക്കളും ദൈവമാതാവും ഒപ്പം കുരിശും കൂടി ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ ഈ മകൾ പ്രത്യേകമായിട്ട് ഈ ഒരു ദർശനം വിവരിച്ചപ്പോൾ ഈ മകൾ തന്നെ പറയുന്നുണ്ട്, അവസാനം 8-ാം തീയതി എനിക്ക് 8 എന്ന നമ്പർ ദൈവപിതാവ് കാണിച്ചു തന്നതനുസരിച്ച് 8 വിഷയങ്ങൾക്കാണ് A+ കിട്ടുന്നതെന്ന് ഈ മകൾ പറയുന്നുണ്ട്. കൂടാതെ ഈ മകൾ ഒരു കാര്യം കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് പറയുന്നുണ്ട്. അതായത് റിസൾട്ടിനോടനുബന്ധിച്ച് ഞാൻ ബൈബിള് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, എനിക്ക് എൻ്റെ റിസൾട്ടുമായിട്ട് ബന്ധപ്പെട്ടൊരു വചനം എനിക്ക് കാണിച്ചു തരാമോ എന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ വിശ്വാസത്തോടെ തന്നെ ബൈബിൾ തുറന്നു. അപ്പോൾ എനിക്ക് എസ്ഐക്കിയൽ 42 കിട്ടിയത്. അത് മൊത്തം നീളവും വീതിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു, മന്ദിരത്തിൻ്റെ തന്നെ. അപ്പം ഞാനത് വചനത്തിൽ വിശ്വസിച്ചു. അവിടെ ഭാവി ദേവാലയത്തിൻ്റെ കണക്കുകളെ സംബന്ധിച്ച് വചനത്തിലൂടെ പ്രതിപാദിക്കുന്ന വലിയൊരു ഭാഗമാണത്. ഈ സാക്ഷ്യത്തിലൂടെ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ആദ്യം ഈ മകൾ കണ്ടത് ഈ കുരിശാണ്, ഒരു തടിക്കുരിശാണ് ഈ മകൾ കാണുന്നത്. 8 എന്ന നമ്പറും ദേവാലയത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ജോയൽ 2:28 തിരുവചനം അനുസരിച്ച് യുവതി യുവാക്കൾക്ക് ദർശനങ്ങൾ ഉണ്ടാകുന്നത് പോലെ, പുത്രീപുത്രന്മാർ പ്രവചിക്കുന്നത് പോലെ ഈ മകൾക്കും വലിയൊരു ദൈവാനുഭവം ലഭിക്കുകയാണ്. ഈ ഒരു പ്രത്യേകമായ സാക്ഷ്യത്തെക്കുറിച്ച് ഞാൻ പ്രാർത്ഥിച്ച് വിശകലനം ചെയ്തപ്പോൾ എനിക്ക് ലഭിച്ച വചനം യോഹന്നാൻ 17:10 തിരുവചനമാണ്. വചനം ഇപ്രകാരമാണ്: എനിക്കുള്ളതെല്ലാം അങ്ങയുടേതാണ്,
അങ്ങേക്കുള്ളതെല്ലാം എൻ്റേതും ഞാൻ അവരിൽ മഹത്വപ്പെട്ടിരിക്കുന്നു. തിരുവചനം അതാണ്. എനിക്കുള്ളതെല്ലാം അങ്ങയുടേതാണ്, അങ്ങേക്കുള്ളതെല്ലാം എൻ്റേതും ഞാൻ അവരിൽ മഹത്വപ്പെട്ടിരിക്കുന്നു. കുരിശ് നമുക്കറിയാവുന്നതുപോലെ മഹത്വത്തിൻ്റെ വലിയൊരു ചിഹ്നമാണ്. ഈ മകളുടെ ജീവിതത്തിലൂടെ ദൈവപിതാവ് ഈ മകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആദ്യം ആഗ്രഹിച്ചത് ഇതുതന്നെയാണ്. നിൻ്റെ ഈ ഒരു റിസൾട്ടിലൂടെ ഞാൻ മഹത്വപ്പെടും. അതാണ് ദൈവപിതാവ് ആദ്യമായിട്ട് ഈ കുരിശ് കാണിച്ചുകൊണ്ട് ഈ മകളോട് പറയാൻ ആഗ്രഹിച്ചത്. അതിൻ്റെ കാരണം ഞാൻ കൂടുതൽ വിശദമായിട്ട് വചനങ്ങളിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്, നമുക്കറിയാവുന്നതുപോലെ കേൾക്കപ്പെടാത്ത പ്രാർത്ഥന അതെപ്പോഴും സമർപ്പണത്തിനുള്ളതാണ്. ദൈവം തൻ്റെ സ്വന്തമാക്കിയവരോടാണ് എപ്പോഴും സ്വാതന്ത്ര്യം കാണിക്കുന്നത്. ബാക്കിയുള്ളവർക്കെല്ലാം ചോദിക്കുമ്പോൾ എന്താണോ അവർ ചോദിക്കുന്നത് അത് അപ്പോൾ തന്നെ കൊടുക്കും. ധൂർത്തപുത്രൻ്റെ ഉപമ നമ്മൾ പുതിയ നിയമത്തിൽ ലൂക്കാസ് സുവിശേഷത്തിൽ വായിക്കുന്നത് ഇപ്രകാരമാണ്. ധൂർത്തപുത്രൻ ഇതുപോലെ സ്വത്തെല്ലാം ധൂർത്തടിച്ച് തിരിച്ചു വന്നപ്പോൾ ആ പിതാവ് എന്താണ് ചെയ്തത്? മോതിരം കൊടുത്തു, മേൽത്തരം വസ്ത്രം കൊടുത്തു, ചെരുപ്പുകൾ അണിയിച്ച് ആ മകനെ സ്വഭവനത്തിലേക്ക് സ്വീകരിച്ച് കൊഴുത്ത കാളക്കുട്ടിയൊക്കെ കൊന്ന് വലിയൊരു സൽക്കാരമൊക്കെ നടത്തുമ്പോൾ നമ്മളത് വായിക്കുമ്പോൾ കൂട്ടത്തിൽ നമ്മൾ മൂത്തപുത്രൻ പരിഭവിച്ച് പുറത്ത് നിൽക്കുന്നൊരു ഭാഗം നമ്മൾ ചേർത്ത് വായിക്കുന്നുണ്ട്. അവിടെ പിതാവ് ഇങ്ങനെ കെറിവിച്ച് നിൽക്കുന്ന മകൻ്റെ അടുത്ത് വന്ന് പറയുന്ന ഒരു വാക്ക് ഇപ്രകാരമാണ്. ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം 31-ാം തിരുവചനം. വചനപ്രകാരമാണ്, മകനെ നീ എപ്പോഴും എന്നോട് കൂടെയുണ്ടല്ലോ, എനിക്കുള്ളതെല്ലാം നിൻ്റേതാണ് എന്ന്. ദൈവം സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവരോട് ദൈവം കാണിക്കുന്ന വലിയൊരു സ്വാതന്ത്ര്യമുണ്ട്. അതാണ് ഈ റൊവേന എന്ന മകളോട് ദൈവപിതാവ് കാണിക്കുന്നത്. ആ മകൾ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് പഠിച്ച് മുന്നേറുന്നൊരു മകളാണ്. പക്ഷേ ആ മകൾക്ക് 10 A+ ദൈവപിതാവ് അനുവദിച്ച് കൊടുക്കുന്നില്ല. അപ്പോൾ ആ മകൾ പറയുന്നുണ്ട്, എനിക്ക് സയൻസ് ഗ്രൂപ്പാണ് എടുക്കേണ്ടത്, അപ്പോൾ എനിക്ക് സയൻസ് ഗ്രൂപ്പ് കിട്ടുമെന്നൊക്കെ വലിയ പേടിയായിരുന്നു എന്ന്. പക്ഷേ ദൈവപിതാവ് ആ മകൾക്ക് അത് അനുവദിച്ച് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഒരു സങ്കടത്തിൻ്റെ ഒരു എലമെൻറ്റ് ഈ മകളുടെ വിഷയത്തിൽ ദൈവം ആഡ് ചെയ്തിട്ടാണ് ഈ മകളെ ഉയർത്തുന്നത്. അതിൻ്റെ കാരണം അതാണ്. അതായത് നിന്നെ ഞാൻ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നു. അതാണ് ആ കുരിശിൻ്റെ മഹത്വത്തിൻ്റെ അർത്ഥമെന്ന് പറയുന്നത്. യോഹന്നാൻ 17:10. എനിക്കുള്ളതെല്ലാം അങ്ങയുടേതാണ്, അങ്ങേക്കുള്ളതെല്ലാം എൻ്റേതാണ്, ഞാൻ അവരിൽ മഹത്വപ്പെട്ടിരിക്കുന്നു. നമ്മളൊക്കെ പലപ്പോഴും മാനുഷികമായിട്ട് പലരും ചോദിക്കുന്ന ഒരു ചോദ്യം ഇപ്രകാരമാണ്. പല ജീവിത വിഷയങ്ങൾക്ക് വേണ്ടിയിട്ടും ഒരുപാട് ഉപവസിച്ച് പ്രാർത്ഥിച്ചിട്ടും പ്രതികൂലമായ ഒരു റിസൾട്ട് വരുമ്പോൾ ഈ പ്രാർത്ഥനയൊക്കെ എവിടെ പോയി എന്ന്. അതിനുള്ള ഉത്തരം നമുക്ക് പറഞ്ഞു തരുന്നത് വിശുദ്ധ പൗലോസ് അപ്പോസ്തലനാണ്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ 1-ാം ലേഖനത്തിൽ 13-ാം അധ്യായം 12-ാം തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്. വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഇവ എന്നും നിലനിൽക്കുന്നു. നമ്മുടെ ഓരോ ഉരുത്തിരിയുന്ന പ്രാർത്ഥനകളുടെ പിന്നിലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന വിശ്വാസമുണ്ട്, പ്രത്യാശയുണ്ട്, ദൈവസ്നേഹമുണ്ട്. ഈ ദൈവിക പുണ്യങ്ങൾ നമ്മുടെ ആത്മാവിനോട് കൂടിയിട്ടാണ് വസിക്കുന്നത്. അത് നിത്യതയോളം നിലനിൽക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഓരോരോ പ്രാർത്ഥനയ്ക്കും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഓരോരോ വിശ്വാസ പ്രവർത്തനങ്ങൾക്കും പ്രത്യാശയുടെ ഫലങ്ങൾക്കും ദൈവ സ്നേഹത്തിൻ്റെ പുണ്യത്തിനുമെല്ലാം വലിയ വലിയ പ്രതിഫലമാണ് നമുക്ക് സ്വർഗത്തിൽ ലഭിക്കാനിരിക്കുന്നത്. അതാണ് നമ്മൾ ഭൂമിയിൽ നിക്ഷേപം കരുതി വെക്കരുത് എന്നുള്ള ആ ഒരു വചനത്തിലൂടെ ദൈവപിതാവ് ഉദ്ദേശിച്ചിരിക്കുന്നത്. നമ്മുടെ വിഷയങ്ങൾ, നമ്മുടെ ഭൗതികമായ വിഷയങ്ങൾ, ആനുകൂല്യങ്ങൾ പ്രാർത്ഥനയിലൂടെ നമുക്ക് നൽകപ്പെടാതിരിക്കുമ്പോൾ ദൈവം ഉദ്ദേശിക്കുന്നത് അത് കൃപയായി സ്വർഗത്തിൽ നിക്ഷേപമായി നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ഈ മകളും ആഗ്രഹിച്ചത് 10 A+ കിട്ടണമെന്ന് തന്നെയാണ്. പക്ഷേ ആ മകൾക്ക് കുരിശ് കാണിച്ചുകൊണ്ട് സഹരക്ഷയായ ദൈവമാതാവിനെ, കുരിശിലോട്ട് തിരിഞ്ഞു നിൽക്കുന്ന ദൈവമാതാവിനെ കാണിച്ചു കൊടുത്തുകൊണ്ട് പറയുകയാണ്, ഇത് ഒരു മഹത്വത്തിൻ്റെ അടയാളമാണ് എന്ന്.
കഴിഞ്ഞ ദിവസങ്ങളിൽ എക്സിക്യൂട്ടീവ് മീറ്റിംഗ് കൃപാസനത്തിൽ നടന്നപ്പോൾ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ പറഞ്ഞത് ഇപ്രകാരമാണ്: സഹരക്ഷകയായ ദൈവമാതാവിനോട് ചേർന്ന് നിന്നുകൊണ്ടാണ് കൃപാസനം ശുശ്രൂഷകർ ഈ വലിയ മിഷൻ വേല ചെയ്യുന്നത് എന്ന്. ആ ഒരു വലിയ വെളിപ്പെടുത്തലാണ് ഈ കുഞ്ഞു മകൾക്ക്, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ മകൾക്ക് ദൈവപിതാവ് നൽകിയത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനിപ്പോൾ ഓർത്തു പോകുന്ന ഒരു ദൈവാനുഭവമാണ്. ആ ദൈവാനുഭവ പ്രകാരമാണ് ഒരു മകളുടെ പേര് ഞാൻ പറയുന്നില്ല. ആ മകൾ 3 തവണ നീറ്റ് എക്സാം എഴുതി പരാജയപ്പെട്ടു. ഈ 3 തവണ നീറ്റ് എക്സാം എഴുതി പരാജയപ്പെട്ടപ്പോൾ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനെ കണ്ട് തന്നെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി എന്താണ് എന്നറിയാൻ ഈ മകൾ മെസ്സേജ് എടുക്കുകയുണ്ടായി. അപ്പോൾ ഈ 3 തവണ നീറ്റിന് പരാജയം ഏറ്റുവാങ്ങിയപ്പോഴാണ് ഈ മകൾ ദൈവഹിതം അറിയാൻ വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനെ കാണുന്നത്. അപ്പോൾ ഈ മകളോട് ജോസഫ് അച്ഛൻ പറഞ്ഞത് ഇപ്രകാരമാണ്: നീറ്റ് മകൾ ഇനി എഴുതണ്ട, മകളെ ഒരു ഡിഗ്രി കോഴ്സിലോട്ട് ശ്രദ്ധിച്ചാൽ മതി എന്നാണ് മെസ്സേജ് എടുത്തു കൊടുത്തത്. ഈ മകൾ ഈ വിഷയം എന്നോട് പങ്കുവച്ചപ്പോൾ എൻ്റെ മനസ്സിലോട്ട് പെട്ടെന്ന് ഓടി വന്ന വചനം ഇതാണ്: യോഹന്നാൻ 21:18. ചെറുപ്പമായിരുന്നപ്പോൾ നീ തന്നെ നിൻ്റെ അരമുറുക്കുകയും നിനക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് നീ യാത്ര ചെയ്യുകയും ചെയ്യും. എന്നാൽ പ്രായമാകുമ്പോൾ നീ കൈ നീട്ടുകയും നിനക്ക് ഇഷ്ടമില്ലാത്തിടത്തേക്ക് മറ്റുള്ളവർ നിൻ്റെ അരമുറുക്കി നിന്നെ കൊണ്ടുപോവുകയും ചെയ്യും എന്നുള്ള ഒരു വലിയ ദൈവിക വെളിപ്പെടുത്തൽ വിശുദ്ധ പത്രോസ്ലീഹായോട്, സഭയുടെ അമരക്കാരനോട് ഈശോ പറയുന്നൊരു വാക്കാണത്. അപ്പോൾ ഈ മകളുടെ ജീവിതത്തിലും ഇത് തന്നെയാണ് സംഭവിച്ചത്. ഈ മകൾ പ്രാർത്ഥിച്ച് ആഗ്രഹിച്ച് നീറ്റ് എക്സാമിന് പാസ്സാകും എന്ന് വിശ്വാസത്തോടെ, പ്രത്യാശയോടെ, ദൈവസ്നേഹത്തോടെ മരിയൻ ഉടമ്പടിയിൽ വിശ്വസ്താപൂർവം പാലിച്ചുകൊണ്ട് മുന്നേറി. പക്ഷേ ഈ മകളെക്കുറിച്ച് ദൈവപിതാവിനുള്ള പദ്ധതി മഹത്വപ്പെടുത്താനുള്ള, സ്വർഗത്തിൽ മഹത്വപ്പെടുത്താനുള്ള വലിയൊരു പദ്ധതിയാണ്. അതുകൊണ്ട് തന്നെ ആ കുഞ്ഞുമകൾക്ക് ദൈവപിതാവ് ആ ഒരു പ്രാർത്ഥന അനുവദിച്ചു കൊടുത്തില്ല. ഈ 3 വർഷക്കാലവും ഈ മകൾ ഈ നീറ്റിൻ്റെ പുറകെ തന്നെയായിരുന്നു. റോമ 8:18 തിരുവചനം നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമാകുന്നു. അപ്പോൾ ഇങ്ങനെ പ്രാർത്ഥനകൾ കേൾക്കപ്പെടാതെ വരുമ്പോൾ ഇത് ദൈവപിതാവിന് നമ്മളെ തന്നെ സമർപ്പിക്കാനുള്ളൊരു വലിയ സമയമാണെന്ന് വെളിപ്പെടുത്തി കിട്ടുന്നതാണ് ഒരു ദൈവവൈതലിൻ്റെ വലിയൊരു വിജയം എന്ന് പറയുന്നത്. ഈ ഒരു കുഞ്ഞു മകൾക്കാണ്, ഈ റോയന എന്ന് പറയുന്ന കുഞ്ഞു മകൾക്ക് ഒരു 14 വയസ്സ് കഴിയുമ്പോഴാണ് ദൈവപിതാവ് ഈ ഒരു വെളിപ്പെടുത്തൽ നൽകുന്നത്. ഈ ഒരു 8A+ നൽകുന്നതിലൂടെ ദൈവം നിൻ്റെ വലിയ മഹത്വത്തെ കാംക്ഷിക്കുന്നുണ്ട് എന്ന്. ദൈവം നിൻ്റെ ഉള്ളിൽ പാകിയിരിക്കുന്ന ആത്മാവിനെ യാക്കോബ് ശ്ലീഹായുടെ ലേഖനം അനുസരിച്ച് അസൂയയോടെ അഭിലഷിക്കുന്നു. ഇത് ഞാൻ ഒന്നും കൂടി സ്ട്രെസ് ചെയ്ത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഈ മകൾ പറയുന്നുണ്ട്, ഈ ആദ്യത്തെ ദൈവമാതാവിൻ്റെ സുഗന്ധാഭിഷേകത്തോടുകൂടിയുള്ള വരവിന് ശേഷം ഈ മകൾ പറയുന്നുണ്ട്, എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നു തുടങ്ങിയെന്ന്. ഞാൻ സ്വന്തമായി പേഴ്സണലായി ജപമാല ചൊല്ലാൻ തുടങ്ങി. യാത്രയിലായിരിക്കുമ്പോഴൊക്കെ ദൈവസ്നേഹത്തോടെ ജപമാല ചൊല്ലാൻ തുടങ്ങി. പിന്നെ ആ കുഞ്ഞ് പറയുന്നുണ്ട്, ഞാൻ കൈക്കൊന്ത ചൊല്ലാൻ തുടങ്ങി. കൈകൊണ്ട് ഇങ്ങനെ ഒഴിവ് കിട്ടുന്ന സമയങ്ങളിലെല്ലാം ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടിയിട്ട്, ഓരോരോ വിഷയങ്ങൾക്ക് വേണ്ടിയിട്ട് കൊന്ത ചൊല്ലാൻ തുടങ്ങി. ദൈവസ്നേഹത്തോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എസെക്കിയേൽ 42 തിരുവചനം കിട്ടിയപ്പോഴും ഈ മകൾ പറയുകയാണ്, ഞാൻ ആ വചനം പൂർണ്ണമായി വിശ്വസിച്ചു. കാരണം ആ മകളുടെ ആ ഒരു വിശ്വാസ ജീവിതത്തിൽ അത്രയേറെ വളർച്ച വന്നിട്ടുണ്ട്. ഈ ഒരു സാക്ഷ്യം പ്രത്യേകമായിട്ട് കുഞ്ഞുങ്ങളുടെ സാക്ഷ്യം നമ്മൾ വിശകലനത്തിനായി എടുക്കുമ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒന്ന് മാത്രമാണ്, നമ്മുടെ ജീവിതത്തിലെ കേൾക്കപ്പെടാത്ത പ്രാർത്ഥനകളെല്ലാം അത് സമർപ്പണത്തിൻ്റെ വിഷയമാണ്. അത് നിങ്ങൾക്ക് സ്വർഗീയ നിക്ഷേപമാണ്. കേൾക്കപ്പെടാത്ത പ്രാർത്ഥനകളിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന വിശ്വാസവും പ്രത്യാശയും ദൈവസ്നേഹവും എല്ലാം എന്നും നിലനിൽക്കുന്നതാണ്. അത് നിത്യതയോളം നമ്മുടെ ആത്മാവിന് കൂട്ടാകുന്നതാണ്. അതുകൊണ്ട് തന്നെ നാളിതുവരെ ദൈവം നമ്മളെ സ്വന്തമാക്കിയതിന് നമുക്ക് നന്ദി പറയാം. നമ്മൾ പല വിഷയങ്ങളുമൊക്കെ നമ്മുടെയൊക്കെ മനസ്സിൻ്റെ ആഗ്രഹങ്ങൾക്കൊത്ത് പ്രാർത്ഥിച്ചപ്പോൾ
ദൈവപിതാവ് നമ്മുടെ മഹത്വത്തെ പ്രതി, നമുക്ക് ലഭിക്കാനിരിക്കുന്ന മഹത്വത്തെ പ്രതി അത് അനുവദിച്ച് തരാതിരുന്നതിന് നമുക്ക് നന്ദി പറയാം. കാരണം അതിലൂടെ നമ്മുടെ വലിയ മഹത്വമാണ് അവിടെ നിന്ന് ലക്ഷ്യം വെച്ചത്. ഒരു നിമിഷം നമുക്ക് കണ്ണുകൾ അടയ്ക്കാം. ഈ മരിയൻ ഉടമ്പടി പ്രാർത്ഥനയിൽ നിത്യമഹത്വത്തിൽ ഞങ്ങളെ പങ്കുകാരാക്കിയതിന് നമുക്ക് ഹൃദയത്തിൽ ദൈവപിതാവിന് പ്രത്യേകമായിട്ട് നന്ദി പറയാം. പരിശുദ്ധ ദൈവമാതാവിൻ്റെ കരം പിടിക്കുന്നതിലൂടെ, സഹരക്ഷകയായ ദൈവമാതാവിനെ കൂട്ടുപിടിക്കുന്നതിലൂടെ ഞങ്ങളുടെ ജീവിതത്തിലും വലിയ വലിയ സഹന സാഹചര്യങ്ങളിൽ ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കപ്പെടാതെ വരുമ്പോൾ, ഞങ്ങളുടെ ജീവിതത്തിൽ വീണ്ടും വീണ്ടും പ്രതികൂല സാഹചര്യങ്ങൾ വരുമ്പോൾ, നിന്നെപ്പോലെ ഈശോയെപ്പോലെ സ്വയം സമർപ്പണം ചെയ്തുകൊണ്ട് ദൈവപിതാവിൻ്റെ ഇഷ്ടത്തിന് ഞങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാനുള്ള വലിയൊരു അഭിഷേകം ഈ ശുശ്രൂഷയിലൂടെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിയണമേ. ആവേ മരിയ.